ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജോഗ്രഫി പോർഷനിലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ LP-UPയുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് 30 മാർക്കിൻ്റെ PYQ സെക്ഷനാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പങ്കിടാത്ത രാജ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ പങ്കിടുന്ന രാജ്യങ്ങളോ, കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളും സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ പേര് പഠിച്ചു വെച്ചാൽ പോരെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? നമുക്കറിയാം, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാൻ ശരിക്കും ഇതിൻ്റെ പിക്ചർ ഇതിങ്ങനെ തുമ്പത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി കൂടി മുട്ടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ വരും, ചൈന വരും, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ, ഭൂട്ടാൻ. ഇപ്പോൾ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7. കണ്ട, 7 എണ്ണമാണ് കര അതിർത്തി പങ്കിടുന്നത്. ഇനി ഇതിവിടെ ഒരു മാൽഡീവ്സും കൂടിയുണ്ട്. 2 എണ്ണമാണ് എന്ത്? നമ്മുടെ സമുദ്രാതിർത്തി പങ്കിടുന്ന 2 എണ്ണവും. അപ്പോൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാൽഡീവ്സുമാണ് സമുദ്രാതിർത്തി പങ്കിടുന്നത്. കരാതിർത്തി പങ്കിടുന്ന ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ ആൻഡ് ഭൂട്ടാൻ. കണ്ടോ, 7 എണ്ണമാണ് കരാതിർത്തി പങ്കിടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ? കരാതിർത്തി പങ്കിടാത്തതല്ലേ? ഇതിലെല്ലാം എന്താണ്? ഇതെല്ലാം കരാതിർത്തി പങ്കിടുന്നതാണ്. കരാതിർത്തി പങ്കിടാത്തതാണ് ഓപ്ഷൻ എ, ശ്രീലങ്ക എന്താണ് പ്രത്യേകത? സമുദ്രാതിർത്തി പങ്കിടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡം, സബ് കോണ്ടിനെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നോക്കിക്കേ, ഇതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയും വേറെ കുറേ രാജ്യങ്ങളും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ സംസ്കാരം, ഭൂപ്രകൃതിയൊക്കെ ഏകദേശം എന്താണ്, മറ്റു വൻകരകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് നമ്മൾ ശരിക്കും സബ് കോണ്ടിനെൻ്റ്, വേറിട്ട് നിൽക്കുമായിരിക്കും അത്. അതിലേതൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്കേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നതാണ് പാകിസ്ഥാനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുണ്ട്, ഇന്ത്യ, പാകിസ്ഥാൻ, അതേപോലെ നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. പിന്നെ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ് ഉണ്ട്, ഇവിടെ ശ്രീലങ്ക, മാൽഡീവ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് 1, 2, 3, 4, 5, 6, 7. ഈ 7 എണ്ണമാണ് എന്തിലുള്ളത്? ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നതിലുള്ളത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ളതിലുള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. അതായത് ഇന്ത്യയുമായിട്ട് ശരിക്കും കരാതിർത്തി പങ്കിടുന്നതിൽ നമുക്ക് ഏതാണ്? ചൈന ഇല്ല അല്ലേ? ചൈന ഒഴികെയുള്ളതിനെ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഏകദേശം. ഓക്കെ, അപ്പോൾ അത് നോക്കാം നമുക്കിനി. ഇന്ത്യയെ കൂടാതെ ഏതൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ ഏതാണ്? ചൈനയുള്ളതാണ്. അപ്പോൾ ചൈനയാണോ? അല്ല. അപ്പോൾ ഇതല്ല ആൻസർ. ഇനി ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമർ ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇന്തോനേഷ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതുമല്ല ആൻസർ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇതെല്ലാം ഉണ്ട്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ഇതാണ്. ഇനി അഫ്ഗാനിസ്ഥാൻ ഉണ്ടോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അഫ്ഗാനിസ്ഥാനും ഇല്ല. അതായത് നമ്മുടെ ഈ കരാതിർത്തി പങ്കിടുന്നതിൽ ചൈനയും ഇല്ല, അഫ്ഗാനിസ്ഥാനും ഇല്ല. ബാക്കിയെല്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ അതെങ്ങനെയാണ്? അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് കരുതി നമ്മൾ എന്തൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പഠിച്ച് വെക്കേണ്ട. അതിൽ ചൈനയും അഫ്ഗാനിസ്ഥാനും ഇല്ല എന്ന് ഓർത്താൽ മതി. ബാക്കിയുള്ളതും ഇന്ത്യയും കൂടി ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഇന്ത്യയുടെ സ്ഥാനമാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേറ്റർ, ഭൂമധ്യരേഖ. ഇതിൻ്റെ മുകളിൽ എന്താണ്? ഉത്തരാർദ്ധഗോളമാണ്. താഴെയുള്ളതാണ് എന്ത്? ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏഷ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് മൊത്തം 4 ആക്കി തിരിക്കാം. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്ന്, ഏഷ്യ ഭൂഖണ്ഡത്തിൽ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? നമുക്കറിയാം, ഇവിടെയും നമുക്കിങ്ങനെ തിരിച്ചു വയ്ക്കാം അല്ലേ? ഇത് നോർത്താണ്, ഇത് സൗത്താണ്, നമ്മുടെ വലതുവശമുള്ളത് ഈസ്റ്റ്, ഇടതുവശമുള്ളത് വെസ്റ്റാണ്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് വശത്താണ് അല്ലേ? സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, തെക്കാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം.
ഏതൊക്കെയാണ് കണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ. ശരിക്കും ഇവിടെ ഒരു അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു തുമ്പ് മാത്രമേ വരുന്നുള്ളൂ. അതിന് എന്തൊക്കെയോ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ, അതേപോലെ ഇവിടെ എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണ്ടേ? ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്, അവിടെ അഫ്ഗാനിസ്ഥാൻ ചേരുന്നൊരു കുഞ്ഞു സ്ഥലമുണ്ട്, ഇനി ചൈന ചേരുന്നൊരു ബൗണ്ടറി ഉണ്ട് അല്ലേ? പിന്നെ ഏതാണ്? ഭൂട്ടാനുണ്ട്, അതേപോലെ നേപ്പാളിന് ബൗണ്ടറി ഉണ്ട്, ബംഗ്ലാദേശിനുണ്ട്, മ്യാൻമറിനുണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോ ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറീസ് എന്താ നമുക്കൊന്ന് പഠിക്കാം. നോക്കിക്കേ, ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് എന്താ? റാഡ്ക്ലിഫ് രേഖ. അതായത് അതൊരു കമ്മീഷനായിട്ട് സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടി നിയമിച്ചൊരു കമ്മിറ്റിയുടെ തലവനായിരുന്നു ആര്? സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ടാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന പേര് വന്നത്. അതേപോലെ ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്ന പേരെന്താണ്? മക്മോഹൻ രേഖ. അതായത് ഹെൻറി മക്മോഹൻ ആയിരുന്നു ആ കമ്മിറ്റിയുടെ തലവൻ. ഇനി ഇന്ത്യ ശ്രീലങ്കയാണെങ്കിൽ അത് പാക് കടലെടുക്ക്, അതല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലിദ്വീപ് ആണെങ്കിൽ അത് 8 ഡിഗ്രി ചാനൽ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ആരാണ്? ഡ്യൂറൻ്റ് രേഖ. മോർട്ടിമർ ഡ്യൂറൻ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ ആണെങ്കിൽ അത് 6 ഡിഗ്രി ചാനലുമാണ്. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യ പാകിസ്ഥാനാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താണ്? റാഡ്ക്ലിഫ് രേഖയാണ്. ഡ്യൂറൻ്റ് ഏതാണ്? ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ. ചൈന ഏതാണ്? മക്മോഹൻ ഏതാണ്? ഇന്ത്യ ചൈനയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കിഴക്കേ അറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. കണ്ടോ, ഇതല്ലേ മാപ്പ് എന്ന് പറയുന്നത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. കിഴക്കേ അറ്റം എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്കറിയാം ഈ സൈഡാണ്. കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചോദിക്കുമ്പോഴേക്കും ഇവിടെ എന്താണ്? നാഗാലാൻഡ്, മണിപ്പൂരൊക്കെ നമുക്ക് ഡൗട്ടായിട്ട് വരും. പക്ഷേ ഏറ്റവും അറ്റം എന്ന് പറയുന്നത് എവിടെയാണ്? അത് അരുണാചൽ പ്രദേശാണ്. സോ കിഴക്കേ അറ്റം എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ആൻസർ ഏതാണെന്ന്? അരുണാചൽ പ്രദേശാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8 അയൽ സംസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന്. 8, അതായത് ആ സംസ്ഥാനത്തിന് ചുറ്റുമുള്ള ആൻസർ വരുന്ന ഏതാണ്? ഉത്തർപ്രദേശാണ്. കാണിച്ചു തരാം എന്താണെന്ന്. നോക്കിക്കേ, ഉത്തർപ്രദേശിന് ചുറ്റുമായിട്ട് നമുക്ക് ഏതൊക്കെയുണ്ട്? രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, അതേപോലെ ബീഹാറുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ ഏതാണുള്ളത്? ഹരിയാന. കണ്ടോ, 8 അയൽ സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഉത്തർപ്രദേശിന് ചുറ്റുമായി കിടക്കുന്നത്. അതുമുണ്ട്. പിന്നെ എന്താണ്? ഡൽഹി എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശവും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 8 അയൽ സംസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന്. ആൻസർ വരുന്ന ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്? നോക്കിക്കേ, നമുക്കറിയാം ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് അക്ഷാംശ രേഖകളെന്നും, അല്ലേ? ഇങ്ങനെ വരയ്ക്കുന്നവയാണ് എന്താ? രേഖാംശ രേഖകളെന്നും പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഇത് കണ്ടോ, ഇന്ത്യയുടെ ഈ അറ്റത്ത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തുമാണ്. ഓക്കെ, കണ്ടോ, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് എന്നുള്ളതാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണെന്ന്. രേഖാംശ സ്ഥാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ, അതും ഇതേപോലെ തന്നെയല്ലേ? ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയാണ് ലൈൻ വന്നിരിക്കുന്നത്. ഈ ലൈനുമാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റും 97 ഡിഗ്രി 25 മിനിറ്റുമാണ്. രണ്ടും എന്താണ്? ഈസ്റ്റാണ്. ഓക്കെ, കണ്ടോ, 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് എന്ത് വരുന്നത്? ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതേതാണ്? ഇത് അക്ഷാംശ സ്ഥാനമാണ്. അക്ഷാംശ സ്ഥാനവും ഇത് രേഖാംശ സ്ഥാനവുമാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്രയാണ്? രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്? 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 വരെ. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഇത് തമ്മിൽ കുറക്കുമ്പോൾ ഏകദേശം 30ൻ്റെ അടുത്ത് വരും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ രേഖാംശീയ വ്യാപ്തി. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി വരും.
ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്രയാണെന്ന്, രേഖാംശീയ വ്യാപ്തി ഇപ്പോൾ കാണിച്ചിരുന്നില്ല, അതുപോലെ തന്നെയാണ് അക്ഷാംശീയ വ്യാപ്തിയും. അതും എത്രയാണ്? 30 വരും. കാര്യം നോക്കിക്കേ, ഇവിടെ എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ്. 37 ഡിഗ്രി 6 മിനിറ്റിൽ നിന്ന് 8 ഡിഗ്രി 4 മിനിറ്റ് കുറയ്ക്കുമ്പോൾ ഏകദേശം ഒരു 30 ഡിഗ്രിയുടെ അടുത്ത് വരും. സോ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയുടെയും തമ്മിലുള്ള ഏകദേശ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി ആയിരിക്കും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഈ സംഭവം അല്ലേ, അതിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അതും എന്താണ്? 30 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതമുള്ള രാജ്യമേത്? ഇന്ത്യയേക്കാൾ വിസ്തൃതമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് മൊത്തം രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. റഷ്യ, കാനഡ, ഇവിടെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചാണെന്ന് മാത്രം. ഇവിടെ USA ആണ്. ഞാനത് RC ക്യൂബ എന്നാണ് ഞാൻ എവിടെയോ ഒരു കോഡ് വെച്ച് പഠിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. USA കഴിഞ്ഞിട്ടാണ് ചൈന. ഞാനിവിടെ പഠിച്ച ശരിക്കും ഇങ്ങനെയാണ്, RC ക്യൂബ എന്നുള്ള ഓർഡറിൽ. ഇവിടെ മാത്രം എന്താണ്? UC എന്നാണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. USA, ചൈന, അതേപോലെ ബ്രസീൽ, പിന്നെ ഏതാണ്? ഓസ്ട്രേലിയ. ഇതാണ് നമ്മുടെ വലിപ്പത്തിൽ നമുക്ക് ഇന്ത്യക്ക് മുകളിലുള്ള 6 രാജ്യങ്ങളെന്ന് പറയുന്നത്. 7ാമതായിട്ട് വരുന്നതാണ് എന്താ? ഇന്ത്യ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയേക്കാൾ വിസ്തൃതമുള്ള രാജ്യമെന്നാണ്. ഇന്ത്യയേക്കാൾ വിസ്തൃതമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കുള്ള ഏതും വരാം. റഷ്യ ഉണ്ടോ? ഇല്ല. കാനഡ ഇല്ല. USA ഇല്ല. ചൈന ഇല്ല. നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ സി, ബ്രസീലാണ്. സോ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇതിൻ്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഇത് വടക്കേ അറ്റമാണ്. കോൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മഴക്കോളൊക്കെ വരുന്നത് എന്താ? മുകളിൽ നിന്നല്ലേ. അപ്പോൾ എന്താണ്? വടക്ക് വശത്താണ് എന്ത് വരുന്നത്? കോൾ വരുന്നത്. തെക്കേ അറ്റം എന്താണ്? കന്യാകുമാരിയാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോഴേക്കും എന്താണ്? കന്യാകുമാരിയാണ്. ഇന്ത്യൻ യൂണിയൻ ആണെങ്കിൽ എന്ത് വന്നേനെ? ഇന്ത്യ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് വന്നേനെ? ഇന്ദിരാ പോയിന്റ് വന്നേനെ. പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാകുമ്പോഴേക്കും അത് കന്യാകുമാരിയാണ്. പിന്നെ എന്താണ്? ഇന്ത്യയുടെ കിഴക്കേറ്റം എവിടെയാണ്? കിഴക്കേറ്റം എന്ന് പറയുന്നത് കിബുത്തു ആണ്. അരുണാചൽ പ്രദേശിലെ ഒരു സ്ഥലമാണ് കിബുത്തു. അതേപോലെ പടിഞ്ഞാറേറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗുഹാർമോത്തി. എവിടെയാണത്? ഗുജറാത്തിലെ ഗുഹാർമോത്തിയിൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, കന്യാകുമാരിയാണ്. ഓക്കെ. ഇനി ഇത് തന്നെ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം എന്ന് ചോദിച്ചാൽ എന്ത് വന്നേനെ? ഇന്ത്യയുടെ തെക്കേറ്റം എന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം എന്നൊക്കെ ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റ് വന്നേനെ. വടക്കേറ്റം എന്ന് ചോദിച്ചാൽ എന്ത് വന്നേനെ? ഇന്ദിരാ കോൾ വന്നേനെ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം, വടക്കേ അറ്റമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ആ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തന്നാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോഴേക്കും നമുക്കിവിടെ അറിയാം, ഇന്ത്യയുടെ തലയുടെ വശത്ത് എന്താണ്? ജമ്മു കാശ്മീർ ഉണ്ട്. ജമ്മു കാശ്മീർ ഇപ്പോൾ എന്താണ്? ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശാണ്. സോ ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത്. കണ്ടോ, ഏകദേശം ഇവിടെയായിട്ട് വരുന്നത് ഹിമാചൽ പ്രദേശാണ്. ഈ ഹിമാചൽ പ്രദേശായിരിക്കും ഇന്ത്യയുടെ വടക്കേ അറ്റം. ഈ കാണുന്ന എന്താണ്? മുകളിൽ കാണുന്നത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് പോയി. അപ്പോൾ അത് വരത്തില്ല, സംസ്ഥാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അവിടെ എങ്ങനെ വരും ആൻസർ? സംസ്ഥാനം വന്നതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഹിമാചൽ പ്രദേശ് വരും. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? കിഴക്കേ അറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതാണ് കിഴക്കേ അറ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗുഹാർമോത്തിയാണ്, ഗുജറാത്താണ്. സോ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വരും? അത് നമ്മുടെ ഗുഹാർമോത്തി. സംസ്ഥാനം ചോദിക്കുമ്പോഴേക്കും നമുക്കത് ആൻസറായിട്ട് എന്ത് വരും? ഗുജറാത്ത് വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇന്ത്യ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ കിഴക്ക് വശം എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും? നമ്മുടെ വലത്ത് വശം അല്ലേ. കിഴക്ക് വശം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഇനി പടിഞ്ഞാറ് വശം എന്തുണ്ട്? അറേബ്യൻ സീ ഉണ്ട്. അതേപോലെ ഏറ്റവും തെക്കേ അറ്റത്ത് എന്തുണ്ട്? ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. ഇനി വടക്ക് വശത്താണെങ്കിൽ എന്താണ് ഇവിടെയുള്ളത്? ഹിമാലയ പർവ്വതമാണ്. സോ ഇന്ത്യയുടെ അതിർത്തി നിർണ്ണയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് വശത്ത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കിഴക്ക് വശത്ത് ഏത് വരും? നമ്മുടെ ബംഗാൾ ഉൾക്കടൽ വരും. അതേപോലെ പടിഞ്ഞാറ് വശത്ത് എന്ത് വരും? പടിഞ്ഞാറ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് അറബിക്കടൽ വരും. ഇനി തെക്ക് വശത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയായിട്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും താഴെയായിട്ടുള്ളത് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് വശത്ത് എന്താണ്? ഹിമാലയമാണ്. ഇതാണ് ശരിയായ ക്രമം എന്ന് പറയുന്നത്. സോ 1 C വരും, അതേപോലെ 2 D വരും, 3 A
3 ബി വരും 4 എ വരും. ഇതാണ് ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, ചൈന, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ, ഭൂട്ടാൻ. ഇത്രയുമാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്നത്. ഏതൊക്കെയുണ്ട്? ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്. സോ ഇവിടെ ആൻസർ ആയിട്ട് ഏത് വരും? 1, 2, 3, 4 ഇവയെല്ലാം എന്താണ്? ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്നവയാണ്. ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കുവയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ എന്ന് ചോദിക്കുമ്പോഴേക്കും നോക്കിക്കേ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്താ വ്യക്തമായില്ലെങ്കിലും കണ്ടോ, ഈ പിക്ചറിൽ ശരിക്കും കരാതിർത്തി പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കേ, ഈ ബംഗ്ലാദേശാണ് ആൻസറായിട്ട് വരുന്നത്. അത് ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ കരാതിർത്തി പങ്കുവയ്ക്കുന്നത്. സോ കരാതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 4096 കിലോമീറ്ററോളം ബംഗ്ലാദേശുമായിട്ടും ഏറ്റവും കുറവ് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടുമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതലെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ രാജ്യം. നോക്കിക്ക്, ഒറ്റ പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി അതെന്താണ്? ചൈനയാണ്. സോ ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ചൈനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരിയാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ് അതിർത്തികൾ ഏതൊക്കെയാണെന്ന്. ഇതും ശരിയാണ്. റാഡ്ക്ലിഫ് ലൈൻ എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അതും ശരിയാണ്. സിറിൽ റാഡ്ക്ലിഫാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും ബന്ധിപ്പിക്കുന്നതാണ്. അത് തെറ്റാണ്. ഖൈബർ ചുരം എന്നുള്ളത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം. സോ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? ഇന്ത്യ ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഇതിൽ തന്നിരിക്കുന്നതിൽ മാന്നാർ കടലിടുക്കാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണേത്? ഓപ്ഷൻ ബി മാന്നാർ കടലിടുക്ക്. പക്ഷേ ഇവിടെ മാന്നാർ, ഗൾഫ് ഓഫ് മാന്നാറും ഉണ്ട്, ഇവിടെ പാക് കടലിടുക്കുമുണ്ട്. രണ്ടും വരുന്നത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റൻ എന്തായിരിക്കും? ക്യാൻസൽ ചെയ്യാനായിരിക്കും ചാൻസ്. കാര്യം ഇവിടെ ഗൾഫ് ഓഫ് മാന്നാറും അതേപോലെ തന്നെ പാക് കടലിടുക്കും ഇന്ത്യ ശ്രീലങ്കയുടെ ഇടയിലുള്ളതാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഏറ്റവും നീളം കൂടി അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതായിരുന്നു? രാജ്യമായിരുന്നു. ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും രാജ്യം പോലെ തന്നെ എന്താണ്? പശ്ചിമ ബംഗാളാണ്. മറ്റേതെന്താണ്? ബംഗ്ലാദേശാണ്. തമ്മിൽ കണക്ഷൻ ഇല്ലേ? അപ്പം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പഞ്ചാബ്. കണ്ടോ, ഇതാണ് നമ്മുടെ പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബ് അയൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഏതാണ്? നമ്മുടെ പാകിസ്ഥാനുമായിട്ടാണ്. സോ ആൻസർ ഏത് വരും? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പാകിസ്ഥാനാണ്. താഴെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം തീരദേശമാണ്. കോസ്റ്റൽ ലൈൻ പഠിക്കണം. നോക്കിക്കേ, ഇന്ത്യയുമായി തീരദേശമുള്ളത് ഏതൊക്കെയാണ്? ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അതേപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഇത്രയുമാണ് ഇന്ത്യക്ക് എന്തുള്ളത്? കടലതിർത്തി, കോസ്റ്റൽ ലൈൻ ഉള്ളത്. ഓക്കെ, കടൽ തീരമുള്ളത്. അപ്പോൾ അത്രയും 9 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തീരദേശം ഇല്ലാത്തത്. ഈ കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏതായിരിക്കും? ഈ കാണുന്ന മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ളതാണ്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി മധ്യപ്രദേശാണ്. ഇവയ്ക്കെല്ലാം എന്തുണ്ട്? തീരദേശമുള്ളതാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കടൽ തീരം എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഏത് വരും? ഇവിടെ നമുക്ക് തോന്നും ആന്ധ്രാപ്രദേശ് ആണെന്നൊക്കെ, പക്ഷേ അത് ആൻസർ ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്താണ്. കാര്യം ഇവിടെ ഇങ്ങനെ ഉള്ളിലോട്ടും ഒക്കെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരം എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. 5.5 മണിക്കൂറായിരിക്കും. അതായത് ഗ്രീനിച്ച് രേഖ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് സമയം കണക്കാക്കുന്നത്. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ടൈം എത്ര കൂടുതലാണ് എത്ര കുറവാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത്.
ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. അക്ഷാംശ രേഖകൾ അറിയാൻ നമുക്ക് എന്താണ് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ, കണ്ട രാജസ്ഥാൻ്റെ ഒരു ഇത്തിരി ഭാഗമുണ്ട്, മധ്യപ്രദേശ്, അതേപോലെ ചണ്ഡീഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സ്ഥലങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്നത് ഏതായിരിക്കും? ഉത്തരായന രേഖയായിരിക്കും. നോക്കിക്കേ, ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഡയറക്റ്റ് കറക്റ്റ് നടുക്കായിട്ടാണ് കടന്നു പോകുന്നത്. ഇങ്ങോട്ടേക്കാണ് നമ്മളിതിനെ വടക്കേ ഇന്ത്യ എന്നും ഇതിനെയാണ് നമ്മൾ തെക്കേ ഇന്ത്യ എന്നും പറയുന്നത്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി കടന്നു പോകാത്ത രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് മെക്സിക്കോ, ബഹമാസ് വടക്കേ അമേരിക്കയിലുള്ളതാണ്. ആഫ്രിക്കയിലുള്ളത് നൈഗർ, അൾജീരിയ, മൗറിറ്റാനിയ, ഈജിപ്ത്, ലിബിയ, മാലി, പശ്ചിമ സഹാറ. ഏഷ്യയിലുള്ളത് മ്യാൻമർ, ഒമാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, സൗദി അറേബ്യ, ചൈന, UAE, തായ്വാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉത്തരായന രേഖ കടന്നു പോകാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരായന രേഖ കടന്നു പോകാത്തത് ഏതായിരിക്കും അപ്പോൾ ഇവിടെ വരുന്നത്? നമ്മുടെ ഓപ്ഷൻ ഡി, ന്യൂസിലൻഡ് ആയിരിക്കും ഉത്തരായന രേഖ കടന്നു പോകാത്തത് വരുന്നത്. ഓക്കെ, അപ്പോൾ 30 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് കുറച്ചധികം കണ്ടന്റ് കാര്യം ഇത് ഒത്തിരി സമയമായിട്ടുണ്ട്. കാര്യം ജസ്റ്റ് പിക്ചർ കാണിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ പിക്ചറും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്